ഓണമൊക്കെ ഇങ്ങനെ അടുത്ത് വന്നല്ലേ. അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്ത് ഗസ്റ്റൊക്കെ മിക്കവാറും വീട്ടിലുണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചാലോ, അധികം സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം നല്ല സൂപ്പർ ടേസ്റ്റി സോഫ്റ്റ് ഉണ്ണിയപ്പം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മിക്സഡ് ബ്ലെൻഡറിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം അരിപ്പൊടിയും കൂടിയിട്ട്, ഇടിയപ്പപ്പൊടി അരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന പൊടിയാണ് ഇട്ട് കൊടുത്ത്, ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഓൾറെഡി തന്നെ സിറപ്പാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് കട്ടിയായിപ്പോയി. ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ അത് ഉപയോഗിക്കാം. നമ്മൾ പാവ് കാച്ചി വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കര കേടുവരികയുമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം, മിക്സ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ ഇങ്ങനെയല്ല, നിങ്ങൾക്ക് നോർമലായി മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്യാം. ഇത് പല പ്രാവശ്യം പൾസ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഇത് മാവ് ഇങ്ങനത്തെയുള്ള ഒരു പരുവത്തിലാണ് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ ബ്ലെൻഡറിൽ കുറച്ച് മാവ് ബാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഞാലിപ്പൂവൻ പഴമാണ് ഇടുന്നത്. പാളയംകുടം പഴമാണെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം നമ്മൾ ഒരു ചിക്കിറ്റയോ അല്ലെങ്കിൽ റോബസ്റ്റയുടെ ഒരു ഹാഫ് ആണെങ്കിലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ, ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് അരച്ചെടുത്ത മാതിരിയാണ് വരുന്നത്. കണ്ടോ ഇങ്ങനെ, അതായത് തേങ്ങ കുറച്ച് കടിക്കുന്ന രീതിയിലിരുന്നാലും പ്രോബ്ലം ഇല്ല. ഇനി ഇതിനെ ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട്, ഇപ്പോൾ ഇത് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു കൊഴുപ്പുള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് വറുത്തിടാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിനെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്തും കൂടി ആകുമ്പോഴേക്കും ആ ഒരു ഫ്ലേവർ ഉണ്ണിയപ്പത്തിന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരും. ഇതൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം കൂടിയാണ്. ഇത് നന്നായി വറുത്തെടുത്ത് വരുന്നുണ്ട്. കണ്ടോ, കരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ കൂടി നമുക്ക് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് ഇരുന്നോട്ടെ, നെയ്യിൻ്റെ ഇതുള്ളത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതോടുകൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഫ്ലേവറിന് വേണ്ടി 1-2 സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, പിന്നെ ചുക്ക് ഞാൻ പഞ്ചസാര ചേർത്തി പൊടിച്ച് വെച്ചിരുന്നു, അതൊരു 1/2 ടീസ്പൂൺ ഇട്ടു. ചുക്കിന് പകരം ഏലക്കായ വേണമെങ്കിൽ ഇടാം. 1 ടീസ്പൂണോളം എള്ളും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ചുക്കിൻ്റെ ഫ്ലേവർ ഇതിന് നല്ലൊരു മണം കൊടുക്കട്ടോ നമ്മുടെ അപ്പത്തിന്. ഇതുമാതിരിയാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കാം. അപ്പോൾ മാവൊന്ന് പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ നെയ്യും ഓയിലും ഞാൻ മിക്സ് ചെയ്താണ് ഉണ്ടാക്കാറ്, വെറും നെയ്യിലല്ല ഉണ്ടാക്കാറ്. അപ്പോൾ ആവശ്യത്തിന് നെയ്യിൻ്റെ മണം കിട്ടുകയും ചെയ്യും, അധികം എണ്ണ കുടിക്കുകയുമില്ല. ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ചൂടായി വരുമ്പോൾ നമുക്കിത് അപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുകയേ വേണ്ടൂ. സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും, നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇതിന്. ഇത് ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ അരിയൊന്നും നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. ഒരു മീഡിയം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇനി ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് കരിയാതിരിക്കാൻ വേണ്ടി ഒരു ഭാഗം ആകുമ്പോൾ തന്നെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട് മുഴുവൻ മണക്കല്ലേ. അപ്പോൾ 2 സൈഡും ആവുമ്പോൾ നമുക്ക് അപ്പത്തിനെ വാങ്ങിയെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് 2 സൈഡും പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്കിത് 2 മിനിറ്റും കൂടി കഴിയുമ്പോഴേക്കും നമുക്കിതിനെ നന്നായി ഒന്ന് വാങ്ങിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇത് ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ വേറൊരു നല്ലൊരു ഫ്ലേവറാണ്. അരിയുടെ മാതിരിയല്ല, അതിനേക്കാൾ സോഫ്റ്റാണ് നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് വരുന്നുണ്ട്.
ഓണത്തിന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഈസിയാണ്, നല്ല സോഫ്റ്റാണ്, അധികം ഓയിലൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ എത്ര സോഫ്റ്റും ഫ്ലഫിയും ടേസ്റ്റിയുമാണെന്ന്. ഇതിലിപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നല്ല സൂപ്പർ സോഫ്റ്റ് ഗോതമ്പ് ഉണ്ണിയപ്പം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.